ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ബോസിൻ്റെ എനർജി, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. എന്നെയും എൻ്റെ കാർഡിനെയും ഞാൻ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ദ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നു. 6 നമ്പർ, 14 നമ്പർ, 11 നമ്പർ, 7, 3, ദ ടവർ വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, 11 നമ്പർ, 3, 16, 7, 7 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ജെമിനി, മിഥുനം, അക്യൂറിയസ്, പൈസീസ്, കുംഭമീനം, ഏരീസ്, മേഡം, അക്യൂറിയസ് വീണ്ടും വന്നിരിക്കുന്നു. ലിബ്ര, തുലാം വന്നിരിക്കുന്നു. ഓക്കെ, ഇനിയും വരും. സോഡിയക് സൈനൊക്കെ ഇനിയും വരും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് ജി, എ, പി, എം, എ, ഇ, എൽ. ഓക്കെ, സി വന്നിട്ടുണ്ട്, എസ്, ഡബ്ല്യു, ടി. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം ലവേഴ്സ് കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. പുതുതായിട്ട് ആരോ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. മറ്റു ചില വ്യക്തികൾക്ക് അവരുടെ ലൈഫിലേക്ക് ഒരു പുതിയ റിലേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. മറ്റു ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും പോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഒരു പഴയ സ്നേഹം വീണ്ടും പുതുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു സന്തോഷം, എൻജോയ്, പാർട്ടിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ വരാൻ പോകുന്നു. 8 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. 8 നമ്പർ, 4 നമ്പർ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നിങ്ങളെ ഉപേക്ഷിച്ച്, നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ച് പോയ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു ഐക്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഏതെങ്കിലും ചില തേർഡ് പാർട്ടികൾ വന്ന് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ലവ് തേർഡ് പാർട്ടിയല്ല വരുന്നത്. ചില കുശുമ്പും കുന്നായ്മകളും പറഞ്ഞ് ഇവിടെ പറയുന്നതല്ല അവിടെ പറയുന്നത്, അവിടെ പറയുന്നതല്ല ഇവിടെ പറയുന്നത്, രണ്ടും മാറ്റിയും തിരിച്ചും പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തിയ ചില തേർഡ് പാർട്ടികൾ, അവർ കാരണം നിങ്ങൾക്ക് റിലേഷനിൽ നിന്നും അകന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതെല്ലാം മാറി നിങ്ങൾക്കിപ്പം ഒന്നായി വരുന്ന സമയമാണ്. ഓക്കെ, എങ്കിലും ചില വ്യക്തികൾക്ക് പേഴ്സൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ വരുമോ, വീണ്ടും എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു ഭയം കൂടി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? അധികാരപ്പെട്ട ജോലി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലഭിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തങ്ങളിൽ ഇപ്പോൾ ഇമോഷണൽ പരമായിട്ട് യാതൊരു ബന്ധവും ഇപ്പം ഇല്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കോൾ ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു ഉണ്ടായിരിക്കും, പക്ഷേ അതിലൊരു സ്നേഹമില്ലായ്മ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിലപ്പോൾ റിലേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കാം, ഒരു ലെസ് കോൺടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺടാക്റ്റിൽ തന്നെ ഉണ്ടായിരിക്കാം. കോൺടാക്റ്റിൽ ഉണ്ടായെങ്കിൽ പോലും നിങ്ങൾ കോൺടാക്റ്റിലായിരിക്കാം. ഇതിപ്പം നിങ്ങളെ വിട്ടുപോയ വ്യക്തിയുടെ എനർജിയല്ല, നിങ്ങൾ ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട്, പക്ഷേ ഇമോഷണലായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നാൽ വരും, കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചു പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്ത തെറ്റായിട്ടാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഈ കപ്പ് പിടിച്ചിരിക്കുന്നത് അവരുടെ ചേർത്താണ് പിടിച്ചിരിക്കുന്നത്, അവരുടെ മടിയിലോട്ടാണ് ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. അവർക്ക് അധികാരവും വലുതാണ്, ജോലിയും വലുതാണ്. പക്ഷേ ആ ഒരു ജോലി തിരക്കോ മറ്റെന്തോ കാര്യങ്ങൾ കൊണ്ട് ബാലൻസിങ്ങിൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബാലൻസിങ്ങിൽ കൊണ്ടുപോകുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരുപക്ഷെ യാത്രയിലായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായ ചില യാത്രകളിലായിരിക്കാം. അത് കാരണമായിരിക്കാം നിങ്ങൾക്ക് വേണ്ടത്ര സമയമോ ഒന്നും തരാൻ കഴിയാതെ അവർക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഇതെടുക്കുക. റിലേഷൻഷിപ്പിൽ നിങ്ങളോട് താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുവാൻ അവർക്ക് കഴിയാത്തതിന് കാരണം അവരുടെ ജോലി ഭാരമാണ്, അവർ യാത്രകളിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണോസ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണോസ്. നിങ്ങളുടെ പേഴ്സൺ നോക്കുകയാണ്, നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ചേസ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഇപ്പം പിറകെ ഓടിക്കൊണ്ട് വരാത്തത്, മെസ്സേജ് അയക്കാത്തത് എന്താ എന്നുള്ള ഒരു ചോദ്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങളുടെ ഒരു അനക്കവും കാണുന്നില്ല. മറ്റത് നിങ്ങൾ കരഞ്ഞ് പിറകെ ചെല്ലുന്ന വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് കണ്ടില്ലെങ്കിൽ എവിടെ പോയി എന്താ ഏതാന്ന് ചോദിച്ച് വരുന്ന വ്യക്തിനെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും ഭയങ്കര സ്റ്റൈലിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു വിളിയും സംസാരവും ഒന്നും കാണാത്തത് കൊണ്ട് എന്തേ അവിടെ ഉണ്ടോ എന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും വന്നിട്ടുള്ളത്. കാരണം എല്ലാ പ്രാവശ്യം വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങളായിരിക്കും നിങ്ങളുടെ പേഴ്സണിലേക്ക് ചെന്ന് മാപ്പ് പറഞ്ഞ് മിണ്ടുന്നത്. ഒരു ദിവസം 2 ദിവസം പിണങ്ങിയിരുന്നാലും 3ൻ്റെ അന്ന് നിങ്ങൾ ചെല്ലുമായിരിക്കും. പക്ഷേ ഇപ്പം 3 മാസമായിട്ട് നിങ്ങളെ കാണാത്തത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ സംശയിക്കുകയാണ്, ഇനി വേറെ വല്ല കണക്ഷനും ഉണ്ടായോ എന്താണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങളിപ്പം സ്ട്രോങ് ആയിരിക്കുകയാണ്. നിങ്ങളിപ്പം സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരീസ് വന്നിട്ട് സ്പൈസസ് വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അതായിട്ടുള്ള സന്തോഷങ്ങൾ, എനർജി, ഹെൽത്ത്, സൗന്ദര്യം എന്നീ കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത്? ബ്ലോക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ബ്ലോക്ക് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ വഴിയാണെങ്കിലും നിങ്ങളുടെ മെസ്സേജ് എന്തായാലും നിങ്ങളുടെ പേഴ്സണിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ മെസ്സഞ്ചറാണ്, ഈ ഒരു പക്ഷികളെ കാണിക്കുന്നത് മെസ്സഞ്ചറാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത്, എല്ലാം നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്നിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങോട്ട് വന്നിരുന്നാലും അവർ പറയുന്നത് എന്തായിരിക്കും? നിങ്ങളാണ് കുറ്റക്കാരി, അല്ലെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാരൻ, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ റിലേഷനിൽ ഇങ്ങനെയൊക്കെ വന്നത്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നിങ്ങളുടെ മുകളിൽ കുറ്റം ആരോപിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടേത്. ഓക്കെ, താങ്ക് യു യൂണോസ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വാൻസ് വന്നിരിക്കുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണോസ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും മറ്റ് വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ, മറ്റ് തേർഡ് പാർട്ടിയോടൊപ്പം ആയിരുന്നുവെങ്കിൽ, ഒന്നിലധികം തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട്, ഒന്നിലധികം തേർഡ് പാർട്ടികളുടെ വാക്കുകൾക്കാണ് സ്ഥാനം കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഒരുപാട് പാഷൻ തോന്നുന്നുണ്ട്. സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരിക്കും, ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളില്ലാതെ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പെയിനാണ്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സ്ലോ ആണ്. എർത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച വേദനകൾ, കരച്ചിലൊക്കെ അവർ കേൾക്കുന്നുണ്ട്. ഇത് വീണ്ടും റിപ്പീറ്റായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് നിങ്ങൾ വോയിസ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കാം. ആ വോയിസ് മെസ്സേജിലൊക്കെ നിലവിളിച്ച് കരയുന്നതായിട്ടുള്ളെങ്കിൽ സങ്കടത്തോടെ വളരെ വിഷമിച്ചായിട്ട് ഉള്ള മെസ്സേജുകളൊക്കെ അവർക്ക് അയച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതൊന്നും ആ ഒരു സമയത്ത് ഓപ്പൺ ചെയ്യുകയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഒരു സമയത്ത് അതെല്ലാം എടുത്ത് നോക്കുന്നു. അവർ വളരെ വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്നും ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു യൂണിവേഴ്സിൽ അവർ പ്രാർത്ഥന ചെയ്യുകയാണ്. ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരാൻ ശ്രമിക്കുന്നുണ്ട്. എർത്തിൻ്റെ എനർജിയാണ്. എർത്ത് കറങ്ങുന്നത് പോലെ വളരെ സ്ലോയിലായിട്ടുള്ള ആക്ഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഓക്കെ, എന്താണ് ഒരു ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആരുടെ ലൈഫിലാണ് ഈ ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. ഈ റീസെൻ്റ്ലി ആരെങ്കിലും റിലേഷൻ പൂർണ്ണമായും കട്ട് ചെയ്തിട്ടുണ്ടോ? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നല്ല രീതിയിൽ ഒരു ചീറ്റിംഗ് നടന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കട്ടായിരിക്കുന്നു. വീണ്ടും ടവറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പം എന്നെ കേൾക്കുന്ന ഏതോ വ്യക്തികളുടെ ജീവിതം ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നു. അതിന് കാരണം മറ്റൊരു വ്യക്തികളാണ്. നിങ്ങളുടെ ഇടയിൽ വേറൊരു വ്യക്തി ഉണ്ട്. ഓക്കെ, മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ സ്നേഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ നശിപ്പിച്ചിരുന്നാലും യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവസാനിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് തന്നെ ഉണ്ടാവും. ദ വേൾഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് സ്നേഹം വീണ്ടും ഒഴുകും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഒരുപാട് ടെൻഷനിലോട്ട് കടന്നു പോകണ്ട. ഈ സമയവും കടന്നു പോകും. ഓക്കെ, നിങ്ങളിപ്പോൾ ഏത് സന്തോഷത്തിലാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖത്തിലാണോ ഇരിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കുക. സ്ഥിരമായിട്ട് നമുക്കൊരു സന്തോഷമോ സ്ഥിരമായിട്ട് ഒരു ദുഃഖമോ വരത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ ടവർ കഴിഞ്ഞു പോകും. ഓക്കെ,
നിങ്ങളിപ്പം നിങ്ങളെ തന്നെ ഓവർകം ചെയ്യുവാൻ ശ്രമിക്കുക. പ്രയാസമാണെന്നറിയാം. സ്റ്റാർട്ടിങ്ങിലാകുമ്പോഴത്തേക്ക് ഒരു ടവർ വരുമ്പോൾ നിങ്ങൾക്ക് അധികമായിട്ടുള്ള വേദനകൾ, തകർന്നു പോകുന്ന അവസ്ഥ, മെൻ്റൽ ഡിപ്രഷൻ ഇതെല്ലാം നിങ്ങൾക്ക് നേരിടും. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, ഇതിൻ്റെ ഇടയിൽ ഒരു വ്യക്തി കളിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഡെത്ത് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് തന്നെ ഉണ്ട്. ടവർ വന്നിട്ടുണ്ടെങ്കിലും ഒരു റീബർത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങളിലേക്ക് അധിക സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ഓവർ തിങ്കിങ് ചെയ്യരുത്. ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവ് നിങ്ങളെ ബാധിക്കും. നെഗറ്റീവാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിന് താമസം കൂടും. ഓക്കെ, അടുത്തത് എന്തുകൊണ്ടാണ് ഇവിടെ സെവൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത് നോക്കാം. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? എന്തോ ഒരു ചീറ്റിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിരിക്കുന്നു. എന്ത് ചീറ്റിംഗ് ആണെന്ന് നോക്കാം. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് ചീറ്റിംഗ് ആണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരനാണ് നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നത്. ആ വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർ ചീറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. അവർക്ക് വേറൊരു ലവർ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ലവർ ഇപ്പോൾ അവർക്ക് ഒരുപാട് ബേർഡനാണ് സംഭവിച്ചത്. ഇപ്പോൾ അവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ചീറ്റിംഗ് സംഭവിച്ചത് ഇങ്ങനെയാണ്. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഒന്ന് അവരുടെ ലവറായിരുന്നു. അവർ ഒരുപാട് പ്രണയിക്കുകയും പറയുന്നതിൽ വിഷമം തോന്നരുത്. ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളും അതിനിടയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു ബേർഡനാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. അവസാനിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവസാനിപ്പിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് അവർക്ക് ബേർഡനാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്. കുഞ്ഞുനാളിലും മുതലേ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തിയായിരിക്കും, ഒരുമിച്ച് ജോലി ചെയ്ത വ്യക്തിയായിരിക്കും, ഒരുമിച്ച് എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇപ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷനിൽ പോയത്. ഇപ്പോൾ അവിടെ നിന്ന് ബേർഡൻ അനുഭവിക്കുകയാണ്. അവർക്ക് സഹിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഭാരമാണ്. മാനസികമായി ഡിപ്രഷനിലാണ് അവർ. ഇപ്പോൾ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉടൻ തന്നെ സംഭവിക്കും. ഓക്കെ, ഒരു ചീറ്റിങ് തന്നെ ആയിരുന്നു. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ തന്നെ അവർ മറ്റൊരു റിലേഷനിൽ പോയി. ഓക്കെ, അപ്പോൾ ഇത് ആർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, റെസനേറ്റ് ആകാത്തവർ വിട്ടുകൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജാണ്. ഓക്കെ, താങ്ക് യു നോസ്, താങ്ക് യു നോസ്, താങ്ക് യു. എൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്? എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ എനർജിയെ ആസ്പദമാക്കി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ട് ഉള്ള മെസ്സേജ് തന്നെ. താങ്ക് യു നോസ്, 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 താങ്ക് യു നോസ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുമായിട്ട് ആദ്യമായി കണ്ട ദിവസത്തെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻ്റെ ഫസ്റ്റ് ഡേ അവർ ഓർക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് ആ പരിചയപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചീറ്റിംഗ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. തിരിച്ച് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും ഒരു മാറ്റർ അല്ല അവർക്ക്. എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ശരിയാകുമെന്ന് അവർ നിങ്ങളിൽ കടുത്ത വിശ്വാസം വെക്കുകയാണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളും അവരും ഒന്നാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ നിമിഷവും അവർക്ക് എത്രയേറെ വില പിടിച്ചതായിരുന്നു. ഓക്കെ, അവർ പറയുകയാണ് നിങ്ങൾ അവർക്ക് കൊടുത്ത ഓരോ നിമിഷവും അവർക്ക് ഏറ്റവും വില പിടിച്ചിട്ടുള്ള ഒന്ന് തന്നെ ആയിരുന്നു എന്നവർ ഒരു സമയം നിങ്ങളോട് പറയുകയാണ്. ഇത് ചിലപ്പം നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറ്റങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ വിട്ടു പോകുകയാണ്. എന്തിനെന്നാൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പം തൽക്കാലത്തേക്കാണ്, എന്നേക്കുമായിട്ടല്ല, കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുകയാണ്. കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വെട്ടം അറിയത്തില്ലല്ലോ. അപ്പോൾ അവരൊന്ന് മാറി നിൽക്കുമ്പോൾ അവരുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങളൊന്ന് അറിയിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണ് ആ പഴയ കാലത്തിലേക്ക്, പാസ്റ്റിലേക്ക് ഒന്ന് പോയിരുന്നെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യാമായിരുന്നു. അവരുടെ എല്ലാ പഴയ സ്വഭാവങ്ങളെയും അവർ മാറ്റി കൊണ്ടുവരുന്നതിന് അവർ വിചാരിക്കുന്നുണ്ട്. മാറ്റണമെന്ന് അല്ലെങ്കിൽ മാറ്റി കൊണ്ടുവരണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങൾ രണ്ടും ഒന്നായി കഴിഞ്ഞാൽ ഈ എന്താണ് ആ ഒരു പവർ എന്ന് നമുക്ക് ഈ വേൾഡിനോട് കാണിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതവരുടെ മനസ്സിൻ്റെയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മളുടെ സ്വപ്നങ്ങളെ പണിയാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ചിലപ്പം ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുക, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മനഃപൂർവ്വമല്ലാതെ മാറിപ്പോയ അവസ്ഥയിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. നീ എന്നിലേക്ക് തിരിച്ചു വരിക, നീയാണ് എൻ്റെ ജീവിതമെന്ന്
പറയുന്നു. താങ്ക് യു. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവർക്കും ഈ എനർജി റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ.